Good morning. Now we can discuss the functions of cash management. What do we mean by cash management? First of all, we can discuss cash management. Cash management means management of cash. That means cash inflows and outflows. In every business, there should be cash inflows and cash outflows. So first of all, we can analyze what are the cash inflows and what are the cash outflows. Cash inflows are the amount of money that is to be incurred for the business for their day-to-day activities. And cash outflows are the expenses of cash. That in cash management, it is the process of forecasting, collecting, disbursing, investing and planning for the cash a company needs to operate its business smoothly. So it is the management of cash and it is necessary for forecasting, collecting, disbursing, investing and planning the cash. Cash management is the process of forecasting. That means future needed cash is to be analyzed at first and collected this cash and then investing and planning this cash for the day-to-day operations of the business. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടപ്പിലാക്കാൻ വേണ്ടി ക്യാഷ് അതിനാവശ്യമുള്ള ക്യാഷിനെ ആദ്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ നീഡ് ഓഫ് ക്യാഷ് എന്നുള്ളത് അനലൈസ് ചെയ്യുകയും ആ ഫ്യൂച്ചർ നീഡ് ഓഫ് ക്യാഷ് കളക്ട് ചെയ്യുന്നു, അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയും നിക്ഷേപിക്കുകയും പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ക്യാഷ് മാനേജ്മെൻറ്റ് മീൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്. ദാറ്റ് മീൻസ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ഒരു ഓർഗനൈസേഷനിലെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ഔട്ട്ഫ്ലോസിൻ്റെയും മാനേജ്മെൻറ്റിനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റ് ചെയ്യുകയും ഫ്യൂച്ചർ നീഡ്സിന് ആവശ്യമുള്ള ക്യാഷ് കളക്ട് ചെയ്യുകയും അത് എഫക്റ്റീവായിട്ട് ഡിസ്ബേഴ്സ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് കളക്ഷൻ, കോൺസെൻട്രേഷൻ ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ക്യാഷ്. കളക്ഷൻ വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ വരുന്നുണ്ട് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ക്യാഷ്, ഇൻക്ലൂഡിംഗ് മെഷറിംഗ് ദ ലെവൽ ഓഫ് ലിക്വിഡിറ്റി, മാനേജിംഗ് ദ ക്യാഷ് ബാലൻസ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് മാനേജ് ചെയ്യുക, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുക എന്നീ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഗുഡ് ക്യാഷ് മാനേജ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് ദ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആൾസോ. നല്ല രീതിയിലുള്ള ക്യാഷ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ റിസൾട്ടുകൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കനോട്ട് മേക്ക് എ വീക്ക് ബിസിനസ് സ്ട്രോങ്, ബട്ട് ഇറ്റ് കനോട്ട് മേക്ക് എ വീക്ക് ബിസിനസ് സ്ട്രോങ്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്ലാനിങ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് പ്ലാൻ ചെയ്യുക. സെക്കൻഡ് വൺ കൺട്രോളിങ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. തേർഡ് വൺ ഇൻവെസ്റ്റിംഗ് സർപ്ലസ് ക്യാഷ്. ഫോർത്ത് വൺ ഇംപ്രൂവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ്. ഫിഫ്ത്ത് വൺ മെയിൻറ്റെയിനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. Functions of cash management means planning cash inflows and outflows. At first we can analyze the cash inflows and outflows, whether cash inflows are more or cash outflows are more. If cash inflows are more, it will result into greater profit of the business, and when cash outflows are more, it will result into greater expense. So we first of all we analyze the cash inflows, needed cash inflows and the cash outflows. First of all, planning the cash inflows and outflows. Second one, controlling the cash inflows and outflows. Outflows should not be more and inflows may be more. ഇൻഫ്ലോസ് എപ്പോഴും കൂടുകയും ഔട്ട്ഫ്ലോസ് എന്നുള്ളത്, ഔട്ട്ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഫേമിനെ സംബന്ധിച്ച ഫേമിൻ്റെ എക്സ്പെൻസാണ്. എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇൻഫ്ലോസ് അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ക്യാഷ് മാനേജ്മെൻറ്റ് സക്സസ് ആയി മാറുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് സക്സസ് ഇഫ് ഇറ്റ് ഇൻക്രീസസ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഫേം ഡിക്രീസസ് ഓർ റെഡ്യൂസസ് ഇറ്റ്സ് എക്സ്പെൻസസ്. എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുമ്പോഴും ഇൻഫ്ലോസ് ഇൻക്രീസ് ചെയ്യുമ്പോഴുമാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത് സക്സസ് ആയി മാറുന്നത്. Third one, investing surplus cash. If a firm has a surplus cash or reserved cash, it has to be invested in another opportunities such as banks or financial institutions etc. സർപ്ലസ് ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് ഈ സർപ്ലസ് ക്യാഷുകളെ ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ നിക്ഷേപിക്കാം. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ക്യാഷ് സർപ്ലസ്. ക്യാഷ് സർപ്ലസിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഫോർത്ത് വൺ, ഇംപ്രൂവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ്. നിക്ഷേപങ്ങളുടെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ ഇമേജ് ഇമ്പ്രൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ് ഇൻ ടു മോർ ലിക്വിഡ് അസറ്റ്സ്. മോർ ലിക്വിഡ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ റിക്വിസൈറ്റ് ക്യാഷ് ഈസ് നെസസറി ഫോർ പേയ്മെൻറ്റ്സ് ആൻഡ് മീറ്റിംഗ് ദ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനും പേയ്മെൻറ്റ്സ് നടപ്പിലാക്കാനും റിക്വിസൈറ്റ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫിഫ്ത്ത് വൺ, മെയിൻറ്റെയിനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. ദെൻ
Next step is to maintain investment relationship with the banks. Banks provide financial security for the amount provided by the companies. So it is necessary for creating a good relationship with the banks. ബാങ്ക്സുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുക. സെക്കൻഡ് വൺ, കൺട്രോളിങ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ഇൻഫ്ലോസ് കൂടുമ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ ആവും, ഔട്ട്ഫ്ലോസ് കൂടുന്ന സമയത്ത് എക്സ്പെൻസ് വർദ്ധിക്കുകയും ചെയ്യും. സോ ഔട്ട്ഫ്ലോസിനെ റെഡ്യൂസ് ചെയ്യുകയും ഇൻഫ്ലോസിനെ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ക്യാഷ് മാനേജ്മെൻറ്റ് സക്സസ് ആയി മാറുന്നത്. ആൻഡ് ഇൻവെസ്റ്റിംഗ് ദ സർപ്ലസ് ക്യാഷ് അല്ലെങ്കിൽ ഫേമിൽ ഉണ്ടാകുന്ന സർപ്ലസ് ക്യാഷിന് അല്ലെങ്കിൽ അധികം ഉണ്ടാകുന്ന ക്യാഷിനെ ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇംപ്രൂവിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ് ഇംപ്രൂവ് ചെയ്യുക. മെയിൻറ്റെയിനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. ബാങ്കുകളുമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. The four-letter word cash has become a curse for many firms, but it is a valuable asset. Lack of this valuable asset has driven many firms into bankruptcy. If management neglects the principles of cash management, the business will fail. Henry Ford launched his first car on June 16, 1903. Within a month of its launch, Ford's company nearly failed because of cash crisis. Gradually, Ford realized the importance of cash management and turned the company into one of the largest companies in the world. So, management of cash can spell the difference between the success and failure. So, cash management is more important for a firm. Cash is necessary for the day-to-day activities or operational activities of a business. So, it is a valuable asset. If this valuable asset has driven or ലോസൺ മെനി ഫേംസ് ഹാസ് ലീഡ്സ് ടു ബാങ്ക്രപ്സി. വാല്യുബിൾ അസറ്റ് നഷ്ടപ്പെടുമ്പോൾ ഫേമുകളെ സംബന്ധിച്ച് നമ്മുടെ ബാങ്ക്രപ്സിയിലേക്ക് നയിക്കും. ബാങ്ക്രപ്സി എന്ന് പറയുമ്പോൾ പാപ്പരത്വത്തിലേക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇഫ് എ company neglects the cash management principles, the business will fail. കമ്പനി ക്യാഷ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് എന്നുള്ളത് ഫെയിൽ ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് ഹെൻറി ഫോർഡിൻ്റെ ഉദാഹരണമാണ്. ഹെൻറി ഫോർഡ് ലോഞ്ച് ഹിസ് ഫസ്റ്റ് കാർ. ഫോർഡ് കമ്പനി അതിൻ്റെ ആദ്യത്തെ കാർ ലോഞ്ച് ചെയ്തത് ജൂൺ 16 1903 ജൂൺ 16 ആദ്യത്തെ കാർ എന്നുള്ളത് ലോഞ്ച് ചെയ്തത്. വിത്തിൻ എ മന്ത് ഓഫ് ഇറ്റ്സ് ലോഞ്ച്, ഒരു മാസത്തിന് ശേഷം കമ്പനി ഫെയിൽ ആവുകയും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ക്രൈസിസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഫോർഡ് കമ്പനി ഫെയിലായിട്ട് മാറുകയും ചെയ്തു. ഗ്രാജുവലി ഫോർഡ് റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് ആൻഡ് ടേൺ ദ കമ്പനി ഇൻ ടു വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനീസ് ഓഫ് ദ വേൾഡ്. ഫോർഡ് കമ്പനി അതിൻ്റെ പോരായ്മകൾ തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള കമ്പനികളിൽ വേൾഡിൽ നിലവിലുള്ള കമ്പനികളിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനിയായിട്ട് മാറുകയും ചെയ്തു. വേൾഡിലെ നിലവിലുള്ള കമ്പനികളിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനിയായിട്ട് മാറുകയും ചെയ്തു. ദസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ക്യാൻ സ്പെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസ് ആൻഡ് ഫെയിലിയർ. ഒരു ഫേമിൻ്റെ സക്സസ്സിലേക്കും ഫെയിലിയറിലേക്കും നയിക്കുന്നത് അത് എങ്ങനെയാണ് ക്യാഷിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൗ ടു മാനേജ് ദ ക്യാഷ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. സോ ക്യാഷ് ഈസ് എ വാല്യുബിൾ അസറ്റ് ഓർ ഇറ്റ് ഈസ് എ ലിക്വിഡ് അസറ്റ് ദാറ്റ് ഈസ് നെസസറി ഫോർ ദ ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഡേ ടു ഡേ ഓപ്പറേറ്റിങ്ങിന് അത്യാവശ്യമുള്ള ഒരു വാല്യുബിൾ അസറ്റ്, ഒരു ക്രിട്ടിക്കൽ അസറ്റാണ് ക്യാഷ് എന്നുള്ളത്. ക്യാഷ് മാനേജ്മെൻറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, കളക്ടിംഗ്, അനലൈസിംഗ്, ഡിസ്ബേഴ്സിംഗ്, ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് റിക്വയർഡ് ഫോർ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ള ഫണ്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ഡിസ്ബേഴ്സ് ചെയ്യുകയും ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും ആദ്യം പ്ലാൻ ചെയ്യുക. ഒരു ഫേമിൽ വരുന്ന ഇൻഫ്ലോസ്, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ഇൻഫ്ലോസിനും എത്രമാത്രം ഇൻഫ്ലോസ് ഉണ്ടാകുന്നു, എത്ര ഔട്ട്ഫ്ലോസ് ഉണ്ടാകുന്നു എന്നതിനെ കൺട്രോൾ ചെയ്യുക, പ്ലാൻ ചെയ്യാം. ഇൻവെസ്റ്റിംഗ് ദ സർപ്ലസ് ക്യാഷിനെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക. ഇംപ്രൂവിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുക. മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്കുകളുമായിട്ട് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ അവൈലബിലിറ്റി ഓഫ് ക്യാഷ് മേ ബി എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ഡെത്ത്. Second one, an efficient cash management enables a firm to obtain optimum working capital. Cash management ensures liquidity and solvency. It helps to frame sound debt policy. It helps to regularize the cash flows, and it brings to light balance sheet changes and other cash flows that do not appear in the profit and loss account.
So these are the advantages of cash management. First one, the availability of cash may be a matter of life or death. A sufficiency of cash can keep an unsuccessful firm going. Conversely, insufficiency of cash can bring a failure. അതായത് എത്രമാത്രം ക്യാഷിൻ്റെ ലഭ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫേമിൻ്റെ ലൈഫിനെയും അതിൻ്റെ ഡെത്തിനെയും ആശ്രയിച്ചിരിക്കുന്നത്. സഫിഷ്യൻസി ക്യാഷിന് ആവശ്യകത അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് ക്യാഷ് കൈവശമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അൺസക്സസ്ഫുൾ ഫേമിന് പോലും മുന്നോട്ട് പോകാൻ കഴിയും. മറിച്ച് ഇൻസഫിഷ്യൻസിയാണ്, ക്യാഷ് ഇൻസഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബ്രിങ്സ് ടു ഫെയിലിയർ ഫോർ ദ സക്സസ് ഫേമിന് വരെ ഫെയിലിയർ ആയിട്ട് അത് മാറും. അതിന് എക്സാമ്പിളാണ് ഹെൻറി ഫോർഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. ആൻ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് എനേബിൾസ് എ ഫേം ടു ഒബ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ. കാര്യക്ഷമമായിട്ടൊരു ക്യാഷ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയാൽ ഫേമിനെ സംബന്ധിച്ചും അതിൻ്റെ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡേ ടു ഡേ റിക്വയർമെൻറ്റുകൾ നടപ്പിലാക്കാൻ ആവശ്യമുള്ള ക്യാപിറ്റൽ എനേബിൾ ചെയ്യാൻ ഫേമിന് കഴിയും. ഇറ്റ് അവോയ്ഡ്സ് ദ ക്യാഷ് ഷോർട്ടേജ് ഫെസിലിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാഷ്. അത് സ്വാഭാവികമായിട്ടും ഫേമിൻ്റെ ക്യാഷ് ഷോർട്ടേജ് അവോയ്ഡ് ചെയ്യുകയും ക്യാഷിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് പോസിബിൾ ത്രൂ ക്യാഷ് ബജറ്റ്. ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് ക്യാഷ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും കഴിയും. സോ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് നെസസറി ടു ഒബ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ. ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ നേടിയെടുക്കാൻ ക്യാഷ് മാനേജ്മെൻറ്റ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് എൻഷ്യൂർസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജാണ് ക്യാഷ് മാനേജ്മെൻറ്റ് ലിക്വിഡിറ്റിയും സോൾവൻസിയും എൻഷ്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ലിക്വിഡിറ്റി മീൻസ് എബിലിറ്റി ഓഫ് എൻ അസറ്റ് ടു കൺവേർട്ട് ഈസിലി ഇൻ ടു ക്യാഷ്. ക്യാഷിലേക്ക് ഈസിലി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അസറ്റിൻ്റെ പ്രത്യേകതയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോൾവൻസി മീൻസ് ദ എബിലിറ്റി ടു കവർ ദ ഡെപ്റ്റ് കവർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സോൾവൻസി എന്ന് പറയുന്നത്. ക്യാഷ് കൈവശമുണ്ടെങ്കിൽ ലിക്വിഡിറ്റിയും സോൾവൻസിയും മറികടക്കാൻ ഫേമിന് കഴിയും. ദാറ്റ് മീൻസ് ഒരു ഫേമിനെ സംബന്ധിച്ചും ഫേമിൻ്റെ അവൈലബിൾ ക്യാഷ് ഉണ്ടെങ്കിൽ അവൈലബിൾ ക്യാഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കടങ്ങൾ വീട്ടാൻ കഴിയും. സോൾവൻസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ബോറോഡ് ക്യാപിറ്റലിന് കടങ്ങൾ വീട്ടാൻ കഴിയും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനും. ഇറ്റ് അഷ്യൂർസ് ദ സർവൈവൽ ഓഫ് എ ബിസിനസ്. ഇത് ബിസിനസ്സിൻ്റെ സർവൈവൽ ഉറപ്പുവരുത്തുകയും ചെയ്യും. സോ ഇറ്റ് അവോയ്ഡ്സ് റീറ്റെയിനിങ് അൺനെസസറിലി ലാർജ് ക്യാഷ് ബാലൻസ്. അൺനെസസറി ക്യാഷ് ബാലൻസിനെ അവോയ്ഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഫ്രെയിം സൗണ്ട് ഡെപ്റ്റ് പോളിസി. Cash management helps a firm to make a sound debt policy, or a firm has to maintain suitable debt policy against the debtors by using the cash management. If cash management is failure, firm does not able to follow its debt policy, so its solvency ratio is to be reduced and it leads to the firm for the greater failure. So cash management helps the firm to make a sound debt policy. ഫേമിനെ സംബന്ധിച്ച ഫേമിൻ്റെ ഡെപ്റ്റ് പോളിസി, സൗണ്ട് ഡെപ്റ്റ് പോളിസി നടപ്പിലാക്കാൻ ഫ്രെയിം ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. കൃത്യമായിട്ട് കടം വീട്ടാനുള്ള കഴിവ് അതിന് നേടിയെടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ കടം വാങ്ങിയ തുകയുടെ മുകളിലുള്ള പലിശ നിരക്ക് കൊടുത്തു തീർക്കാനും ഫേമിന് കഴിയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു റെഗുലറൈസ് ദ ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോസിനെ റെഗുലറൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോസിനെ റെഗുലറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു പ്ലാനിങ് മോർ എഫക്റ്റീവ്. അതായത് എഫക്റ്റീവ് പ്ലാനിങ് ക്യാഷ് മാനേജ്മെൻറ്റിൽ നടപ്പിലാക്കുന്നതുകൊണ്ട് ക്യാഷ് ഫ്ലോസ് റെഗുലേറ്റ് കൃത്യമായിട്ട് ഡേ ടു ഡേ ക്യാഷ് ഇൻകം ഉണ്ടായി വരുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻകം ഓഫ് ക്യാഷ് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്, ക്യാഷ് വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് റെഡ്യൂസ് ചെയ്യുകയും ഇൻഫ്ലോ ഓഫ് ക്യാഷ് വർദ്ധിപ്പിച്ചെടുക്കാനും അത് സഹായിക്കുന്നുണ്ട്. Next one, it brings to light balance sheet changes and other cash flows that do not appear in the profit and loss account. It brings to light balance sheet changes and other cash flows that do not appear in the profit and loss account. Profit and loss account കാണപ്പെടാത്ത ക്യാഷ് ഫ്ലോസിനെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് കൂടെയാണ്. ഇറ്റ് ബ്രിങ്സ് ടു ലൈറ്റ് ബാലൻസ് ഷീറ്റ് ചേഞ്ചസ്. ദാറ്റ് മീൻസ് cash is like a blood stream in a living body. It must keep circulating around the arises of the business. Because of this, if the circulation gets blocked, sickness and death may occur, as they do when a clot forms in the artery. Thus, it is an essential to give proper attention on cash management. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് ക്യാഷിൻ്റെ അളവ് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാഷ് ഫ്ലോസ് എന്നുള്ളത് ഡിസപ്പിയർ ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫേമിനെ സംബന്ധിച്ചും ഹ്യൂജ് ഫെയിലിയറിലേക്ക് നയിക്കുകയും ചെയ്യും. സോ ക്യാഷ് ഈസ് ലൈക്ക് ദ ബ്ലഡ് സ്ട്രീം ഇൻ എ ലിവിങ് ബോഡി.
നമ്മുടെ ശരീരത്തിലെ ജീവരക്തം എന്ന് പറയുന്നതാണ് ക്യാഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് സർക്കുലേറ്റിംഗ് അറൗണ്ട് ദ ആർട്ടറീസ് ഓഫ് ദ ബിസിനസ്സിൻ്റെ എല്ലാ ആർട്ടറികളിലേക്കും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ജീവരക്തമാണ് അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത്. ഇഫ് ദ സർക്കുലേഷൻ ഗെറ്റ്സ് ബ്ലോക്ക്ഡ്, സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് അസുഖങ്ങളും അതുപോലെ മരണവും സംഭവിക്കുന്ന പോലെ തന്നെയാണ്. ബിസിനസ്സിന് എന്ത് സംഭവിക്കും? ബിസിനസ് പ്രോപ്പർ ക്യാഷ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറ്റ് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് ദ ബിസിനസ്സിൻ്റെ ഫെയിലിയറിലേക്ക് നയിക്കും. നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ പോലെയാണ്, ശരീരത്തിലെ ബ്ലഡിനെ പോലെയാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത്. ഇഫ് ബ്ലഡ് ഈസ് ക്ലോട്ടഡ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയോ ഇറ്റ് ഫോംസ് ഇൻ ദ ആർട്ടറിയിൽ ഫോം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു സിക്നസ് ആൻഡ് ഡെത്ത് ടു ഇൻഡിവിജ്വലിന് സിക്നസ്സും ഡെത്തും ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഇഫ് ദ ക്യാഷ് ഈസ് നോട്ട് അവൈലബിൾ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു സിക്നസ് ടു എ ഫേമിന് സിക്നസ് ഉണ്ടാവുകയും സോ ഇറ്റ് ഈസ് നെസസറി ഫോർ ക്രിയേറ്റിംഗ് എ പ്രോപ്പർ അറ്റൻഷൻ ഇൻ ക്യാഷ് മാനേജ്മെൻറ്റിൽ ഒരു പ്രോപ്പർ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ എന്തൊക്കെയാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്? അവൈലബിലിറ്റി ഓഫ് ക്യാഷിൻ്റെ അവൈലബിലിറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ഡെത്ത്. ഒരു ഫേമിൻ്റെ ലൈഫിനെയോ ഡെത്തിനെയോ ബാധിക്കുന്ന ഒരു മാറ്ററാണ് അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് എനേബിൾസ് എ ഫേം ടു ഒപ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ നേടിയെടുക്കാൻ ഒരു ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ കാര്യക്ഷമമായ ക്യാഷ് മാനേജ്മെൻറ്റാണ്. ഇറ്റ് എൻഷ്യൂർസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് എ ഫേം. ഒരു ഫേമിനെ ലിക്വിഡിറ്റിയോ സോൾവൻസിയോ എൻഷ്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഫ്രെയിം സൗണ്ട് ഡെപ്റ്റ് പോളിസി ഫ്രെയിം ചെയ്യാൻ ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലറൈസ് ദ ക്യാഷ് ഫ്ലോസ് റെഗുലറൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ബ്രിങ്സ് ടു ലൈറ്റ് ബാലൻസ് ഷീറ്റ് ചേഞ്ചസ് ആൻഡ് അതർ ക്യാഷ് ഫ്ലോസ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസിന് ടെക്നിക്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് പറയുന്നത്. ടെക്നിക്സ് ഓഫ് ക്യാഷ് ഫ്ലോസിൽ സിങ്ക്രണൈസിങ് ദ ക്യാഷ് ഫ്ലോസ് ആൻഡ് ആക്സിലറേറ്റിംഗ് ദ ക്യാഷ് റിസിപ്റ്റ്സ് എന്ന രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. സിങ്ക്രണൈസിങ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫേം പേസ് ഇറ്റ്സ് ബിൽസ് ഓൺ എ വീക്ക്ലി ബേസിസ് ബട്ട് കളക്ട്സ് ഇറ്റ്സ് പേയ്മെൻറ്റ്സ് ബൈ വീക്ക്ലി, വി സേ ദ ഫേം ഹാസ് എ ലാക്ക് ഓഫ് ക്യാഷ് ഫ്ലോ synchronization. This means its cash inflows and outflows do not occur simultaneously. The firm can reduce the needed cash balance if it can move the cash disbursement and cash collections into the same cash flow cycle. Synchronizing cash flows എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ഫേം പേസ് ഇറ്റ്സ് ബിൽസ് ഓൺ എ വീക്ക്ലി ബേസിസിലാണ് ഫേം അതിൻ്റെ ബില്ലുകൾ പേ ചെയ്യുന്നതെങ്കിൽ ബട്ട് കളക്ട്സ് ഇറ്റ്സ് പേയ്മെൻറ്റ്സ് ബൈ വീക്ക്ലി, പേയ്മെൻറ്റ്സുകൾ കളക്ട് ചെയ്യുന്നത് ബൈ വീക്കിലാണെങ്കിൽ വി സേ ദ ഫേം ഹാസ് എ ലാക്ക് ഓഫ് ക്യാഷ് ഫ്ലോ സിങ്ക്രണൈസേഷനിൽ ക്യാഷ് ഫ്ലോ സൈമിൾട്ടേനിയസിൽ ഒരു അഭാവമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ദിസ് മീൻസ് ഇറ്റ്സ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഡു നോട്ട് ഒക്കർ സൈമിൾട്ടേനിയസ്. അതിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒരേ സമയം തന്നെ ഒക്കർ ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ബോത്ത് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ഡസ് നോട്ട് ഒക്കർ സൈമിൾട്ടേനിയസ്ലി. ആ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫേമിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒരേ സമയം ഒക്കർ ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും. ബില്ലുകൾ പേ ചെയ്യുകയും പേയ്മെൻറ്റിൻ്റെ തുക കിട്ടാൻ സമയമെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീക്ക്ലി ബേസിസിൽ ബില്ല് പേ ചെയ്യുകയും കളക്ട് ചെയ്യുന്നത് ബൈ വീക്ക് ആണെങ്കിൽ 2 വീക്സിന് എഗോ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും ഈ ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ബാലൻസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇറ്റ് ക്യാൻ മൂവ് ദ ക്യാഷിൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഉണ്ടാവുകയും ആൻഡ് ക്യാഷ് കളക്ഷൻസ് ഇൻ ടു ദ സെയിം ക്യാഷ് ഫ്ലോ സൈക്കിളിന് ഡ്യൂറിങ് ലൈഫ് സ്പാൻ ടൈം വർദ്ധിക്കുകയും ചെയ്യും. ക്യാഷ് ഫ്ലോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സൈക്കിൾ ഇസ് ദ പീരിയഡ് അറ്റ് വിച്ച് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ എമൗണ്ട് ദാറ്റ് ഈസ് ടു ബി റിസീവ്ഡ് ഫ്രം ദ സെയിൽസ് റവന്യൂ. അതായത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് മുതൽക്ക് എമൗണ്ട് ഓഫ് സെയിൽസ് റവന്യൂവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന വരുമാനം വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സൈക്കിൾ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ലോങ്, ക്യാഷ് ഫ്ലോ സൈക്കിൾ ലോങ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറ്റ് നീഡ്സ് ഫേംസ് സൈമിൾട്ടേനിയസ് ആയിട്ട് അതിനെ ബാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സിങ്ക്രണൈസേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഈസ് നോട്ട് ഡെവലപ്പ്, ക്യാഷ് ഫ്ലോൻ്റെ സിങ്ക്രണൈസേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. Next one, accelerating the cash receipts. The financial manager should take steps for speedy recovery from debtors. For this purpose, proper internal control system should be installed in the firm. Once credit sales have been effected, there should be a built-in mechanism for timely recovery from the debtors. Periodic statements should be prepared to show the outstanding bills. Incentives offered to the customers for early or prompt payment should be well communicated to them.
So accelerating cash receipts means financial manager should take steps for speedy recovery from debtors. ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എമൗണ്ട് പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഫിനാൻഷ്യൽ മാനേജർ ക്രിയേറ്റ് ചെയ്യണം. ഫോർ ദിസ് പർപ്പസ് പ്രോപ്പർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ ദ ഫേം. ഇതിൻ്റെ ഭാഗമായിട്ട് ഫേമിൽ കൃത്യമായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് ഡെവലപ്പ് ചെയ്യണം. വൺസ് ദ ക്രെഡിറ്റ് സെയിൽസ് ഹാവ് ബീൻ എഫക്റ്റഡ്, ക്രെഡിറ്റ് സെയിൽസ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്യാഷിനല്ലാതെ ക്രെഡിറ്റിനാണ് ട്രാൻസാക്ഷൻ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ, ദർ ഷുഡ് ബി എ ബിൽറ്റ് ഇൻ മെക്കാനിസം ഫോർ ടൈംലി റിക്കവറി ഫ്രം ദ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്നും കൃത്യമായിട്ട് എമൗണ്ട് നേടിയെടുക്കാനുള്ള ഒരു മെക്കാനിസവും കൂടി അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യണം. പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഷോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബില്ലുകൾ കാണിക്കുന്ന കൃത്യമായ പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഡെപ്റ്റേഴ്സിന് പ്രിപ്പയർ ചെയ്യുകയും ആൻഡ് ഇൻസെൻറ്റീവ്സ് ഓഫേർഡ് ടു ദ കസ്റ്റമേഴ്സ് ഫോർ ഏർലി ഓർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, അതായത് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്തിട്ടുള്ള ഇൻസെൻറ്റീവ്സും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം വെൽ കമ്മ്യൂണിക്കേറ്റഡ് ടു ദം, അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ക്യാഷ് റിസീപ്റ്റ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫേമിൻ്റെ ക്യാഷ് റിസീപ്റ്റ്സ് ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എമൗണ്ട് ഓഫ് മണി സ്പീഡായിട്ട് റിക്കവർ ചെയ്യാൻ കഴിയണം. എമൗണ്ട് ഓഫ് മണി സ്പീഡായിട്ട് റിക്കവർ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി സ്ട്രെങ്തൻ. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുകയും ക്രെഡിറ്റ് സെയിൽസുകൾ ഉണ്ടാകുന്ന സമയത്ത് സ്യൂട്ടബിൾ മെക്കാനിസം ഫോർ ടൈംലി റിക്കവറി ഫ്രം ദ ഡെപ്റ്റേഴ്സിൽ നിന്നും ടൈംലി റിക്കവർ ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ മെക്കാനിസം നടപ്പിലാക്കുകയും വേണം. സോ ദ പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഷോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബില്ലുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റുകൾ നടപ്പിലാക്കുകയും ആൻഡ് ഇൻസെൻറ്റീവ്സ് ഓഫർ ടു ദ കസ്റ്റമേഴ്സ് ഫോർ ഏർലി ഓർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഷുഡ് ബി വെൽ കമ്മ്യൂണിക്കേറ്റഡ് ടു ദം. കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻസെൻറ്റീവ്സ് എന്നുള്ളത് അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് ആർ ദ ടെക്നിക്സ് ഇൻവോൾവ് ഇൻ ആക്സിലറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ്സ്, അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ആക്സിലറേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ലോക്ക് ബോക്സ് സിസ്റ്റം എന്നുള്ളൊരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ലോക്ക് ബോക്സ് സിസ്റ്റം, ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ USA ഇൻ 1947. 1947 അമേരിക്കയിലാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് ഈസ് എ സിസ്റ്റം ഓഫ് സ്പീഡി കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണിത്. ഇൻ അതർ വേർഡ്സ്, ലോക്ക് ബോക്സ് സിസ്റ്റം റെഡ്യൂസസ് ദ മെയിൽ ടൈം ഡിലേ വരുന്നത് ഒഴിവാക്കുക. അതായത് ക്യാഷ് കളക്ട് ചെയ്ത് ചെക്കാണെങ്കിൽ ചെക്ക് കളക്ട് ചെയ്ത് എമൗണ്ട് ഓഫ് മണി ക്യാഷായിട്ട് വരുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ മെയിൽ ടൈം ഡിലേ ഒഴിവാക്കാൻ വേണ്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഇൻ USA and not in India. Under this system, a firm establishes a post office box near the customer area. അതായത് ഈ സിസ്റ്റം പ്രകാരം ഫേം ഒരു പോസ്റ്റ് ഓഫീസ് ബോക്സ് കസ്റ്റമർ ഏരിയയ്ക്ക് സമീപമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഫേം ദെൻ ഓർഡർ ടു ഡെപ്റ്റേഴ്സ് ടു സെൻഡ് ദെയർ ചെക്സ് ടു ദ പോസ്റ്റ് ഓഫീസ് ബോക്സ്. ഫേം അതിൻ്റെ ഡെപ്റ്റേഴ്സിനോട് അവരുടെ ചെക്ക് പോസ്റ്റ് ഓഫീസ് ബോക്സിൽ സെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ആൻഡ് റാദർ ദാൻ ഫേംസ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഫേമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം, അല്ലെങ്കിൽ ഫേമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് പകരം പോസ്റ്റ് ഓഫീസ് ബോക്സിൽ സെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ദ പേയ്മെൻറ്റ്സ് ആർ കളക്റ്റഡ് ബൈ ദ ലോക്കൽ ബാങ്ക്സ്. പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യുന്നത് ലോക്കൽ ബാങ്ക്സും ആയിരിക്കും, വിച്ച് ആർ ഓതറൈസ്ഡ് ടു ഡു സോ. കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ലോക്കൽ ബാങ്ക്സുകൾ പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യുകയും ബാങ്ക് ഓപ്പൺസ് ദ ബോക്സ് സെവറൽ ടൈംസ് എ ഡേ. ഒരു ദിവസത്തിൽ പലതവണ ബാങ്ക് ബോക്സ് ഓപ്പൺ ചെയ്യുകയും ആൻഡ് കളക്ട്സ് ദ ചെക്സ് ഫ്രം ദ ലോക്ക് ബോക്സ്. ലോക്ക് ബോക്സിൽ നിന്നും ചെക്ക് കളക്ട് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അത് ക്യാഷ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും. അതായത് ക്രെഡിറ്റ് സെയിൽ നടപ്പിലാക്കുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് സെയിൽസിൻ്റെ മുകളിലുള്ള ക്യാഷ് ലഭിക്കാൻ വേണ്ടി USA യൂട്ടിലൈസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. 1947 ഡെവലപ്പ് ചെയ്തത്. സ്പീഡി കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെപ്റ്റേഴ്സിൽ നിന്നും ക്യാഷ് സ്പീഡായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അത് ഇന്ത്യയിൽ പ്രചാരത്തിലില്ല, അമേരിക്കയിൽ മാത്രമാണ് പ്രചാരത്തിലുള്ളൂ. ഇത് മെയിൽ ടൈം ഡിലേ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ദിസ് റെഡ്യൂസസ് ദ മെയിൽ ടൈം ഡിലേ. അണ്ടർ ദിസ് സിസ്റ്റം എ പോസ്റ്റ് ഓഫീസ് ഷുഡ് ബി കെപ്റ്റ് ഓർ എസ്റ്റാബ്ലിഷസ് നിയർ ദ കസ്റ്റമർ ഏരിയ. ക്രെഡിറ്റ് കസ്റ്റമേഴ്സിലുള്ള ഏരിയയ്ക്ക് സമീപമായിട്ടൊരു പോസ്റ്റ് ഓഫീസ് ബോക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആൻഡ് ദ ഫേം ഓർഡർ ദ ഡെപ്റ്റേഴ്സ് ടു സെൻഡ് ദെയർ ചെക്സ് ടു ദ പോസ്റ്റ് ഓഫീസ് ബോക്സ്. പോസ്റ്റ് ഓഫീസ് ബോക്സിലേക്ക് സെൻഡ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. റാദർ ദാൻ സെൻഡിങ് ഇറ്റ് ടു ദ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് പകരം. ദ പേയ്മെൻറ്റ്സ് ആർ കളക്റ്റഡ് ബൈ ദ ലോക്കൽ ബാങ്ക്സ് വിച്ച് ആർ ഓതറൈസ്ഡ് ടു ഡു സോ. പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യാൻ ഫേം രേഖപ്പെടുത്തിയിട്ടുള്ള ചില ലോക്കൽ ബാങ്ക്സുകൾ അത് കളക്ട് ചെയ്യുകയും ബാങ്ക് ഓപ്പൺസ് ദ ബോക്സ് സെവറൽ ടൈംസ് എ ഡേ. ഒരു ദിവസത്തിൽ പലതവണ ബാങ്ക് അത് ഓപ്പൺ ചെയ്യുകയും ആൻഡ് കളക്ട്സ് ദ ചെക്സ് ഫ്രം ദ ലോക്ക് ബോക്സ്. ലോക്ക് ബോക്സിൽ നിന്നും ചെക്ക്
കളക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ദീസ് ചെക്സ് ഇൻ ദ ഫേംസ് അക്കൗണ്ട്, ഫേമിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ദിസ് കട്ട്സ് ആൻ ആവറേജ് ഓഫ് 2 or 3 days ഔട്ട് ഓഫ് ദ ഹോൾ പ്രോസസ്സ്. 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഹോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫേംസ് മെനി ഹാവ് ലാർജ് ലോക്ക് ബോക്സസ് ആൻഡ് ദീസ് റിസൾട്ട്സ് ഇൻ ടു ഈസി കളക്ഷൻ ഓഫ് ദ ഡെപ്റ്റ്സ്, ഡെപ്റ്റ്സിൻ്റെ ഈസി കളക്ഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് മാനേജ് ചെയ്യാൻ ഇപ്പോൾ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അതായത് ആക്സിലറേറ്റിംഗ് ദ ക്യാഷ് റെസിപ്റ്റ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ്. ക്രെഡിറ്റ് സെയിൽസ് നടപ്പിലാക്കുന്ന സമയത്ത് ആ ക്രെഡിറ്റ് സെയിൽസിൻ്റെ മുകളിലുള്ള ക്യാഷ് റിസീവ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി നമുക്ക് നോക്കാം. മെറിറ്റ്സ് ഓഫ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയാം, ഇറ്റ് റെഡ്യൂസസ് ദ മെയിലിംഗ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ്സ്. കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് എമൗണ്ട് ഓഫ് മണിയാക്കി മാറ്റിയെടുക്കാനുള്ള സമയത്തിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റെഡ്യൂസസ് ദ മെയിലിംഗ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ്സുകൾ മെയിൽ ചെയ്യാനുള്ള ടൈം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എമൗണ്ട് ഓഫ് മണിക്ക് പകരം ഇവിടെ ചെക്കുകളായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ചെക്ക് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ബാങ്ക് ക്യാഷ് ആക്കിയിട്ട് ഫേമിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. സോ മെയിലിംഗ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ്. കസ്റ്റമേഴ്സ് പേയ്മെൻറ്റിൻ്റെ മെയിലിംഗ് ടൈം എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് ഫ്രോഡ് ഇൻ കളക്ഷൻ പ്രോസസ്സിലുണ്ടാകുന്ന ഫ്രോഡിനുണ്ടാകുന്ന ഫ്രോഡ് ഉണ്ടാകാനുള്ള ചാൻസസിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കളക്ഷൻ പ്രോസസ്സിലുണ്ടാകുന്ന വഞ്ചനകളെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് പേയ്മെൻറ്റ്സ് റിസീവ്ഡ് റിമെയിൻ അൺകളക്റ്റഡ്. അതായത് സാധാരണഗതിയിൽ ബാങ്കിൽ ചെക്ക് കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി വരുന്ന കാലതാമസം ഈ ലോക്ക് ബോക്സ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്നില്ല. സോ ഇറ്റ് റെഡ്യൂസസ് ദ ടൈം എന്നുള്ളത് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓരോ ദിവസവും പലതവണ അത് ലോക്ക് ബോക്സ് സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്ന കാരണം കൊണ്ട് അന്ന് തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് നടപ്പിലാക്കുകയും 2 or 3 days ഉള്ളിൽ ഫേമിൻ്റെ അക്കൗണ്ടിൽ അത് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദീർഘമായ സമയം അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ടൈം ഡ്യൂറിങ് വിച്ച് പേയ്മെൻറ്റ്സ് റിസീവ്ഡ് റിമെയിൻ അൺകളക്റ്റഡ് ആയിട്ടുള്ള എമൗണ്ടിന് മുകളിലുള്ള പേയ്മെൻറ്റ് ലഭിക്കാൻ കാലതാമസം എടുക്കുന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാനുവൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാനുവൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഡെപ്പോസിറ്റുകൾ മാനുവലായിട്ട് അല്ലെങ്കിൽ ഫയലുകളായി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം, അക്കൗണ്ട്സുകളായി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ലോക്ക് ബോക്സ് യൂട്ടിലൈസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ കോസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലവ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ലോക്ക് ബോക്സ് സിസ്റ്റത്തിൽ കൂടെ ഫേമിൻ്റെ ചിലവ് അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അസോസിയേറ്റഡ് വിത്ത് മാനുവൽ പ്രിപ്പറേഷൻ ഓഫ് ഡെയിലി ഡെപ്പോസിറ്റുകൾ മാനുവലായി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമാർഗ്ഗമാണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഏർലി നോളേജ് ഓഫ് ഡിസോണസ്റ്റ് ചെക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള നോളേജ് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെക്കിൽ ഡിസോണർ ആവുകയാണെങ്കിലോ അതുപോലെ തന്നെ ചെക്ക് ക്യാഷ് ഇല്ലാത്ത ചെക്കായി മാറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ക്യാഷ് ഇല്ലാത്ത ചെക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോളേജ് നേടിയെടുക്കാൻ ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നത് ലോക്ക് ബോക്സ് സിസ്റ്റമാണ്. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് ദ അൺസർട്ടനിറ്റി അറ്റാച്ച്ഡ് വിത്ത് ട്രഡീഷണൽ പോസ്റ്റേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള അൺസർട്ടനിറ്റി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ പോസ്റ്റേജ് സിസ്റ്റത്തിലെ പോസ്റ്റ് ഓഫീസ് ബോക്സ് വഴി സെൻഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ലോക്ക് ബോക്സ് എന്നുള്ളൊരു സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നുള്ളത് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സെർട്ടൈൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ആസ് പേയ്മെൻറ്റ് ഫോർ ദ ഫേമിന് കിട്ടുന്ന പേയ്മെൻ്റ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. These are the merits of lock box system. Next one, demerits of lock box system. അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്താം. Demerits of lock box system. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മാൾ ഫേംസ്. തേർഡ് വൺ, ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഓൺലി ഇഫ് ദർ ഈസ് എ റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ബീയിങ് റിസീവ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എക്സ്പെൻസീവ് ആണ്. കാരണം എല്ലാ ഏരിയയിലും ഒരു ലോക്ക് ബോക്സ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ചും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മാൾ ഫേംസ് അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയല്ല ഈ ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു യൂട്ടിലൈസ് ഫോർ ദ സ്മാൾ ഫേംസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഓൺലി ഇഫ് ദർ ഈസ് എ റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ബീയിങ് റിസീവ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ ഒരുപാട് പേയ്മെൻറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ചിലവ് കൂടിയ മാർഗ്ഗമായിട്ട് മാറും. കാരണം ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ, കടമായിട്ട് വാങ്ങിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത്
എക്കണോമിക്കൽ വേയിലൂടെ നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ ലോക്ക് ബോക്സ് സിസ്റ്റം ഒരു ആക്സിലറേഷൻ ഓഫ് റെസിപ്റ്റിന് പകരം അതൊരു ഇൻക്രിമെൻ്റൽ കോസ്റ്റായിട്ട് മാറും. ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ലോക്ക് ബോക്സ് സിസ്റ്റം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണെന്നാണ് പറഞ്ഞത്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അതിൻ്റെ ആക്സിലറേഷൻ ഓഫ് ക്യാഷ് റെസിപ്റ്റ്, എങ്ങനെയാണ് ക്യാഷ് റെസിപ്റ്റ് ആക്സിലറേഷൻ ചെയ്യുക, സിങ്ക്രൊണൈസ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡായിട്ടുള്ള ലോക്ക് ബോക്സ് സിസ്റ്റം, ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഓർ ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, കളക്ടിങ്, ഡിസ്ബേഴ്സിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് ഫോർ ദ ക്യാഷ് എ കമ്പനി നീഡ്സ് ടു ഓപ്പറേറ്റ്സ് ഇറ്റ്സ് ബിസിനസ് സ്മൂത്ത്ലി. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന് അതിൻ്റെ ബിസിനസ് സ്മൂത്തായി റൺ ചെയ്യാൻ ആവശ്യമുള്ള ക്യാഷിനെ ഫോർകാസ്റ്റ് ചെയ്യും, കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാവരും വീഡിയോ കാണാം. താങ്ക് യു.